നമ്മുടെ രാജ്യത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ശ്രീലങ്കയിൽ അവിടുത്തെ നാട്ടുകാരൊക്കെ കൂടി ചേർന്ന് പ്രൈം മിനിസ്റ്ററിനെ പുറത്താക്കി. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ബംഗ്ലാദേശിൽ ഇതേപോലെ പ്രൈം മിനിസ്റ്ററിനെ നാട്ടുകാരൊക്കെ കൂടി ചേർന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് കിടക്കുന്ന അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ താലിബാന്റെ ഗവൺമെന്റ് ആണ്. പിന്നെ ഇപ്പൊ പാകിസ്ഥാന്റെ കാര്യം പ്രത്യേകം പറയണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ചുറ്റും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉള്ള ഒരു രാജ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയം തന്നെയാണ്. ഇതെല്ലാം അമേരിക്കന്റെ CIA കളികളാണെന്നാണ് കുറച്ചുപേരൊക്കെ പറയുന്നത്. അഫ്ഗാനിസ്ഥാനിൽ എന്തായാലും CIA കളി തന്നെയാണ്. ബാക്കിയുള്ളവിടെ CIA ഇൻഫ്ലുവൻസ് ഉള്ളതിന് പ്രൂഫ് ഒന്നുമില്ല. കുറച്ചു കാലം മുന്നേക്കെ ആണെങ്കിൽ ഒരു രാജ്യത്ത് ചെന്ന് അവിടുത്തെ ഗവൺമെന്റിനെ ഓവർത്രോ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ CIA മാത്രം ചെയ്യുന്ന ഒരു പണിയാണ്. ഒരുപാട് രാജ്യങ്ങൾ അവർ അത് ചെയ്തിട്ടുണ്ട്. അപ്പം മുതലാണ് ഇങ്ങനെ ഒരു സംഭവം. ഏതൊരു രാജ്യത്തെ ഗവൺമെന്റിനെ ഓവർത്രോ ചെയ്താലും അവിടുത്തെ ആൾക്കാർ മൊത്തം CIA മേലെയാണ് കുറ്റം വരിക. അപ്പൊ ഇങ്ങനെ അവസാനമായിട്ട് സംഭവിച്ചത് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ബംഗ്ലാദേശിലാണ്. ഒരു കൂട്ടം കോളേജ് പിള്ളേർ തുടങ്ങിയ ഒരു പ്രൊട്ടസ്റ്റ് ആണ്. അതിപ്പോ അവിടുത്തെ രാജ്യം തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാൻ വീഡിയോന്റെ സെക്കൻഡ് പാർട്ട് കാണുക.